പിന്നെ പ്രണവ് മോഹൻലാൽ എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആക്ടറിനെ പോലെ എന്ന് വെച്ചാൽ ഹൃദയത്തിന് ശേഷം വീണ്ടും കിടില ഒരു പെർഫോമൻസ് പ്രണവ് മോഹൻലാൽ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്രമേഹു എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഡൈസ് എന്ന് പറയുന്ന സിനിമ. പ്രണവ് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമെടുത്ത ചിത്രം ഇന്നത്തെ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. ഇന്നലെ ചിത്രത്തിന്റെ പ്രീമിയർ ഷോകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോഴും മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് ചിത്രത്തിന് നേരെ റിവ്യൂയിലോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകളും മൂവി അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പ്രേക്ഷകർ നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയ പ്രമേഹു എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പ്രണവ് മോഹൻലാലിന്റെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഡൈസിറ എന്ന് പറയുന്ന സിനിമ. ഡൈസിറ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ക്രോധത്തിന്റെ ദിനം എന്നാണ് അർത്ഥം. ന്യായവിധി ദിനത്തിൽ ദൈവസിംഹാസനത്തിന് മുന്നിലേക്ക് ആത്മാക്കളെ വിളിച്ചു വരുത്തുകയും അവിടെ നന്മ ചെയ്തവർ മോചിക്കപ്പെടുകയും അല്ലാത്തവർ നിത്യമായ അഗ്നിജാലയിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്നു എന്നാണ് സങ്കല്പം. അന്ത്യകൂദാശയിൽ പാടിയുന്ന ഒരു ലത്തീൻ സങ്കീർത്തനമാണ് ഡൈസിറ. എന്തൊക്കെയാണ് ഈ ഒരു വാക്കിനോട് അർത്ഥം പുലർത്തുന്ന രീതിയിലുള്ളൊരു അന്യായ മേക്കിംഗ് തന്നെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു ഹൊറർ സിനിമ അനുഭവം മാത്രമല്ല, ടെക്നിക്കൽ സൈഡും എല്ലാം കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് പ്രേക്ഷകർക്ക് രാഹുൽ സദാശിവൻ ഈ സിനിമയിലൂടെ ഒരുക്കിയിരിക്കുന്നത്. രാഹുൽ സദാശിവൻ തന്നെയാണ് ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും വൈനോട്ട് സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ തന്നെ ആദ്യ ദിനം തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലായിടത്തു നിന്നും ചിത്രത്തിന്റെ ആദ്യ ഷോയും പ്രീമിയർ ഷോയ്ക്ക് കഴിയുമ്പോൾ ഗംഭീര അഭിപ്രായങ്ങൾ തന്നെ ചിത്രം സ്വന്തമാക്കുന്നുണ്ട്. പ്രമേഹു എന്ന് പറയുന്ന സിനിമ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരിക്കലും വ്യത്യസ്ത പരീക്ഷണം തന്നെയായിരുന്നു. അതിന്റെ വേറൊരു പതിപ്പ് തന്നെയാണ് ഡൈസിറ എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള രീതി അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 5 എന്ന വികാരം സ്ക്രീനിൽ എങ്ങനെ അവതരിപ്പിക്കണം എന്ന് രാഹുലിന് നന്നായിട്ട് അറിയാം. അത് പ്രമേഹത്തിലും ഇപ്പോൾ ഡൈസിറ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രത്തിന് എടുത്തു പറയുന്ന ചിത്രത്തിലെ DOP മ്യൂസിക്കും തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകമായിട്ട് ചിത്രത്തിന്റെ മ്യൂസിക് വിലയിരുത്തുന്നത്. എന്തൊക്കെയാണ് തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടാസ്വദിക്കേണ്ട മികച്ച ചിത്രം തന്നെയാണ് ഡൈസിറ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഡൈസിറ എന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവി അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.